സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സങ്കീർത്തനങ്ങൾ 16:11. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗീയമായ ആനന്ദത്തെക്കുറിച്ചുള്ള 7 കാര്യങ്ങളാണ് ഇന്ന് ഈ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗീയമായ ആനന്ദത്തിൻ്റെ 7 തലങ്ങൾ. ഇതിലെ ആദ്യത്തെ കാര്യം, ആനന്ദത്തിലേക്ക് നയിക്കുന്ന വഴിയുടെ പേര് ജീവൻ്റെ മാർഗം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. നമ്മുടെ മുൻപിൽ ജീവൻ്റെ മാർഗങ്ങളുണ്ട്, മരണത്തിൻ്റെ മാർഗങ്ങളുണ്ട്. ലോകം വച്ചു നീട്ടുന്ന പല മാർഗങ്ങളും മരണത്തിൻ്റെ മാർഗങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക അഭിലാഷങ്ങളുടെ വഴി എന്ന് പറയുന്നത് മരണത്തിൻ്റെ വഴിയാണ്. ആത്മീയ ആഗ്രഹങ്ങളുടെ വഴിയാണ് ജീവൻ്റെ വഴി. അതായത് ആനന്ദത്തിലേക്കുള്ള വഴി ആത്മീയ ആഗ്രഹങ്ങളുടെ വഴിയാണ്. അതാണ് സ്വർഗത്തിൻ്റെ വഴി. ഗലാത്യർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 6-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മുൻപിലുള്ള ചോദ്യം ഇതാണ്, ഞാൻ ഇന്ന് നടക്കുന്നത് മരണത്തിൻ്റെ വഴിയിലാണോ ജീവൻ്റെ വഴിയിലാണോ? ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നത് ജഡിക അഭിലാഷങ്ങളുടെ, ശരീരത്തിൻ്റെ ദുർമോഹങ്ങളുടെ, കണ്ണിൻ്റെ ദുരാശയുടെ, ജീവിതത്തിൻ്റെ അഹന്തയുടെ വഴിയിലാണോ? അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ആഗ്രഹങ്ങളുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വിനയത്തിൻ്റെ, വിശുദ്ധിയുടെ, വചനത്തിൻ്റെ വഴിയിലാണോ? ഞാനിപ്പോൾ ജീവൻ്റെ മാർഗത്തിലാണോ മരണത്തിൻ്റെ മാർഗത്തിലാണോ? സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഞാൻ ജീവൻ്റെ മാർഗത്തിൽ ചരിച്ചേ മതിയാവൂ. ജീവൻ്റെ മാർഗത്തിലൂടെ അല്ലാതെ നടന്ന് സ്വർഗീയമായ ആനന്ദത്തിലെത്താമെന്ന് കരുതരുത്. അപ്പോൾ സ്വർഗീയമായ ആനന്ദത്തിനെക്കുറിച്ചുള്ള 1-ാമത്തെ ചിന്ത ഇതാണ്, അത് ജീവൻ്റെ മാർഗമാണ്. 2-ാമതായി, സ്വർഗീയമായ ആനന്ദം നമുക്ക് കാണിച്ചു തരുന്നത്, ഈ വഴി നമുക്ക് കാണിച്ചു തരുന്നത് ദൈവമാണ്. ഗോഡ് ഈസ് ദ ടീച്ചർ. ഇന്ന് നിന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ദൈവമാണോ നിനക്ക് നിർദ്ദേശം തരുന്നത്, അല്ലെങ്കിൽ പിശാചാണോ? പറുദീസയിൽ
ആദത്തിനും ഹവ്വയ്ക്കും ദൈവം ചില പാഠങ്ങൾ നൽകിയിരുന്നു, നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പിശാച് പുതിയ അധ്യാപകനായി, പുതിയ ടീച്ചറായി വരികയും പുതിയ ടീച്ചർ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു, പാപം ചെയ്യുന്നത് നല്ലതാണ്, പാപം ചെയ്ത് നിനക്ക് അറിവ് നേടാം, പാപം ചെയ്ത് നിനക്ക് ജീവൻ നേടാം, പാപം ചെയ്ത് നിനക്ക് സുഖിച്ച് ജീവിക്കാം. പിശാച് എന്ന പുതിയ അധ്യാപകൻ പഠിപ്പിച്ചപ്പോൾ ദൈവം പഠിപ്പിച്ചത് മറന്ന് പിശാചിൻ്റെ പിറകെ പോയ ആദത്തിനും ഹവ്വയ്ക്കും സ്വർഗം നഷ്ടമായി, സ്വർഗീയമായ ആനന്ദം നഷ്ടമായി. നിന്നെ ഇന്ന് പഠിപ്പിക്കുന്നതാരാണ്? ആരുടെ പാഠങ്ങൾക്കാണ് നീ നിൻ്റെ ഹൃദയം കൊടുക്കുന്നത്, കാതു കൊടുക്കുന്നത്? ലോകത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നവരായി പലരും പല വഴിക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കൺമുൻപിലേക്ക് കടന്നു വരാം. പക്ഷേ നീ നിൻ്റെ ഡിവൈൻ ടീച്ചറിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നിന്റെ സ്വർഗീയ നാഥൻ, നിന്റെ ഗുരു നിന്നെ പിന്നിൽ നിന്ന് വിളിച്ചു പറയും, മകനെ, മകളെ, നീ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയല്ല നീ യാത്ര ചെയ്യേണ്ട വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക. സ്വർഗീയമായ ആനന്ദത്തിലേക്കുള്ള വഴി നിന്നെ പഠിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവം പഠിപ്പിക്കുന്ന വഴിയിലാണ് കുഞ്ഞെ യഥാർത്ഥമായ ആനന്ദമുള്ളത്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ദൈവം മോശയോട് പറയുന്ന വചനമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഫറവോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ വടി താഴെ ഇടണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ വടി കടലിന് നേരെ ഉയർത്തണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. വെള്ളമില്ലാതെ നിൽക്കുമ്പോൾ വടി പാറയിൽ അടിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ഓരോ സന്ദർഭങ്ങളിൽ, ഓരോ സാഹചര്യങ്ങളിൽ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ദൈവം പഠിപ്പിക്കുന്നവനാണ്. അങ്ങനെ ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുമ്പോൾ എന്താണ് ലാഭം? യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അപ്പോൾ അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകുകയും ധാന്യം സമൃദ്ധമായി വിളയുകയും ചെയ്യും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. അതായത് നിനക്ക് ഐശ്വര്യമുണ്ടാകും, ഭൗതികമായി നിന്റെ സമ്പത്ത് വർദ്ധിക്കും. ദൈവം നിന്റെ അധ്യാപകനായിരിക്കട്ടെ. മൂന്നാമതായി, സ്വർഗീയമായ ആനന്ദം അത് പൂർണ്ണമായ ആനന്ദമാണ്. ഈ ലോകത്തിലെ സന്തോഷങ്ങൾ അപൂർണമാണ്. നമ്മൾ ഒരു ഭവനമുണ്ടാക്കി, നമുക്ക് അതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആ സന്തോഷം അപൂർണമാണ്. നമുക്ക് ഒരു ജോലി കിട്ടി, ശമ്പളം കിട്ടി, അതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആ സന്തോഷം അപൂർണമാണ്. നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ചു, നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു, സന്തോഷമുണ്ട്, പക്ഷേ ആ സന്തോഷം അപൂർണമാണ്. സ്വർഗീയമായ സന്തോഷത്തിൻ്റെ പ്രത്യേകത അതിന് പൂർണ്ണതയുണ്ട് എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ തിരുവചനം ഈശോ പറയുന്നു, ശിഷ്യരോട് പറയുകയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഒരാളുടെ സന്തോഷം
പൂർണ്ണമാകുന്നത് ദൈവനാമത്തിൽ ചോദിക്കുകയും ദൈവത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോഴാണ്, സ്വർഗീയമായ കൃപകൾ ലഭിക്കുമ്പോഴാണ്. സ്വർഗീയമായ ആനന്ദത്തിൻ്റെ പ്രത്യേകത അത് പൂർണ്ണത ഉള്ള സന്തോഷം ആണെന്നതാണ്. നാലാമതായി, സ്വർഗീയമായ ആനന്ദം ശാശ്വതമായ ആനന്ദമാണ്. ഈ ലോകത്തിലെ സന്തോഷങ്ങളുടെ കണക്കുകൾ എടുക്കുക. അത് അല്പനേരത്തേക്കുള്ളതാണ്, നൈമേഷികങ്ങളാണ്. നല്ല സന്തോഷങ്ങൾ തന്നെ നൈമേഷികങ്ങളാണ്. ഒരു നല്ല സിനിമ കാണുമ്പോഴുള്ള സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെയായി. ഒരു കളിയിലേർപ്പെടുമ്പോഴുള്ള സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെയായി. ശാശ്വതമായ സന്തോഷം തരാൻ ഈ ലോകത്തിലുള്ള വ്യക്തികൾക്കും വസ്തുക്കൾക്കും കഴിയുകയില്ല. ഈ ലോകത്തിലെ സന്തോഷങ്ങൾ ഏതുമാകട്ടെ, അതെല്ലാം പരിമിതമാണ്, കടന്നു പോകുന്നതാണ്. കടന്നു പോകുന്നതും കടന്നു പോകാത്തതും വേർതിരിച്ച് അറിഞ്ഞ് കടന്നു പോകാത്തതിനെ ചേർത്ത് പിടിക്കാനുള്ള കഴിവുണ്ടാകട്ടെ. ഈ ലോകത്തിലെ എന്തും കടന്നു പോകുന്നതാണെന്ന ഒരു ബോധ്യം വേണം. ദൈവം നൽകുന്ന സന്തോഷം ശാശ്വതമായ സന്തോഷമാണ്. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇന്നുള്ള സമ്പത്ത്, ഇന്നുള്ള അധികാരം, ഇന്നുള്ള പ്രശസ്തി, ഇന്നുള്ള ആരോഗ്യം, ഇന്നുള്ള മഹിമകൾ കടന്നു പോകുന്നതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ഇന്നുള്ള ആഗ്രഹങ്ങൾ പോലും കടന്നു പോകും. ഇന്നുള്ള പ്രകാശം ഇല്ലാതെയാകും. പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്നു. സ്വർഗീയമായ ആനന്ദത്തിൻ്റെ 4-ാമത്തെ പ്രത്യേകത അത് ശാശ്വതമാണ്, അത് കടന്നു പോകുന്നില്ല എന്നതാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതെയായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതെയായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവിൽ നിന്ന് വരുന്ന സന്തോഷം ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടുള്ള സന്തോഷമല്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എൻ്റെ മുൻപിലുണ്ട്, കാവലായി അവിടുന്ന് എൻ്റെ പിറകിലുണ്ട്, കരുതലായി അവിടുന്ന് എൻ്റെ ഉള്ളിലുണ്ട്, അനുഗ്രഹിക്കുവാൻ അവിടുന്ന് എൻ്റെ മുകളിലുണ്ട് എന്നൊരു ബോധ്യത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് സ്വർഗീയമായ സന്തോഷം. ചില രോഗങ്ങൾ വരുമ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു പോവില്ല. ചില സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ ഈ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോവില്ല. ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ കർത്താവിൽ നിന്നുള്ള സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോവില്ല. വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത് ശാശ്വതമാണ്. ദൈവത്തിൽ നിന്നുള്ള ആനന്ദം ശാശ്വതമായ ആനന്ദമാണ്. 5-ാമതായി, ദൈവത്തിൽ നിന്നുള്ള ഈ ആനന്ദം, സ്വർഗീയമായ ആനന്ദം ക്രിസ്തുവിലുള്ള ആനന്ദമാണ്. ആകാശത്തിന് കീഴെ ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ദൈവികമായ ആനന്ദത്തിന് ക്രിസ്തുവിലുള്ള ആനന്ദം എന്ന് തന്നെയാണ് പേര്. കാരണം കൊരിന്ത്യസുകാർക്ക് എഴുതിയിട്ടുള്ള 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ.
കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു വഴിയാണ്. അവിടെ നിന്നാണ് വഴി, അവിടെ നിന്നാണ് ജീവൻ, അവിടെ നിന്നാണ് സത്യം. ഈശോയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയും നമുക്ക് ഈ ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. പിതാവിലേക്കുള്ള വഴി ഈശോയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആറാമതായി, ഈ ആനന്ദം നമുക്ക് ലഭിക്കുന്നത് ദൈവസന്നിധിയിൽ മാത്രമാണ്. സ്വർഗീയമായ ആനന്ദം തേടി മറ്റൊരിടത്തും നമുക്ക് അന്വേഷിച്ച് പോകേണ്ടതില്ല, മറ്റൊരിടത്തും അത് ലഭിക്കുകയുമില്ല. അവിടുത്തെ സന്നിധിയാണ് സ്വർഗീയമായ ആനന്ദത്തിൻ്റെ ഇടം. അതുകൊണ്ടാണ് ഈശോ വിളിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ അടുക്കൽ വരുന്നവർക്കാണ്, ഈശോയുടെ സന്നിധിയിലേക്ക് ചെല്ലുന്നവർക്കാണ് ഈശോ നൽകുന്ന ആശ്വാസവും ഈശോ തരുന്ന ആനന്ദവും ലഭിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 തിരുവചനങ്ങളിൽ ഈശോ വിളിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ. കം നിയർ ടു മീ. എൻ്റെ സാന്നിധ്യമാണ് നിൻ്റെ ദാഹം തീർക്കുന്നത്, എൻ്റെ സാന്നിധ്യമാണ് നിനക്ക് ആശ്വാസം തരുന്നത്. കർത്താവ് ആവർത്തിച്ച് വിളിക്കുകയാണ്, എൻ്റെ അടുക്കലേക്ക് വരുവിൻ. 16-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, വിശിഷ്ടമായൊരു ഓഹരിയാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്. കർത്താവാണ് എൻ്റെ ഓഹരി. കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ശാശ്വതമായ ആനന്ദവും പൂർണ്ണമായ ആനന്ദവുമുള്ളത്. ഏഴാമതായി, അവസാനമായി, ദൈവം നൽകുന്ന ഈ ആനന്ദം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. താലന്തുകളുടെ ഉപമയിൽ ഈശോ വിശ്വസ്തനായ ഭൃത്യനോട് പറയുകയാണ്, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ വലിയ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കും. നീ നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ് യജമാനൻ്റെ സന്തോഷത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക്, നിത്യരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗീയമായ ഈ ആനന്ദത്തിലേക്ക് ഉള്ള ഈ 7 കാര്യങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയമായ ആനന്ദത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് ജീവൻ്റെ മാർഗങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ജീവൻ്റെ മാർഗത്തിലൂടെ, ആത്മാവിൻ്റെ ആഗ്രഹങ്ങളുടെ വഴിയിലൂടെ ഞങ്ങളെ അങ്ങ് നയിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ ആനന്ദവും ശാശ്വതമായ ആനന്ദവും നൽകണമേ. അങ്ങാണല്ലോ ഞങ്ങളുടെ വിശിഷ്ടമായ ഓഹരി. അങ്ങേയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ.